ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്നും നമ്മളൊരു ബോട്ടിലായിട്ട് അല്ലാട്ടോ ചെയ്യാൻ പോകുന്നത് ഒരു ബോക്സിൻ്റെ ഒക്കെ ഡെക്കറേഷൻസ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ പേഴ്സിൻ്റെ 2 ബോക്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ആണുങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് വാലറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബോക്സാണ് ഇത് ഞാൻ മുമ്പ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഹസ്ബൻഡിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബോക്സാണ് അതുപോലെ തന്നെ ഒരു മെറ്റലിൻ്റെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അതിനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു ലുക്കൊക്കെ ഒന്നിങ്ങനെ മാറ്റാൻ പോകണേ അപ്പോൾ അതിന് ആദ്യം ഈ ഒരു കാർബോണിൻ്റെ ബോക്സാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ബ്രൗൺ കളറിൽ ഒരുപാട് എഴുത്തും അതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ മാറ്റാനായിട്ട് ഞാൻ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ താഴെയുള്ളൊരു ബോക്സ് ഞാൻ ആ ബോക്സിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ ഒരു ബ്ലൂ കളർ അപ്പോൾ അത് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതിനോട് ചേരുന്ന ഒരു കളർ നോക്കിയിട്ട് മേലെ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നേവി ബ്ലൂയിലേക്ക് കുറച്ച് ബ്ലാക്കും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ ആ ഒരു മേലെയും അതുപോലെ സൈഡൊക്കെ പെയിൻറ്റ് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മൾ ആ ഒരു മെറ്റലിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ചേരുന്ന ഒരു കളർ നോക്കിയിട്ട് വൈറ്റിലേക്ക് കുറച്ച് ലൈറ്റായിട്ടൊരു ബ്ലാക്കും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ആഷ് കളർ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അത് വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മൾ ആ ഒരു ബോക്സിൻ്റെ എല്ലാ സൈഡും എല്ലാ ഭാഗത്തും ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ അപ്പോൾ പെയിൻറ്റ് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ മോള് കുറേ നേരം അവൾക്ക് ഇതിപ്പോൾ ഈ ബോക്സൊക്കെ പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഞാൻ അവളുടെ ഒരു മെഡിസിൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ വെച്ചെടുത്തു അപ്പോൾ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബോട്ടിലായിട്ടും എല്ലാം ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കാറില്ല കാരണം കുറേ പെയിൻറ്റൊക്കെ വേസ്റ്റ് ആയിട്ട് പോകില്ല അപ്പോൾ അതുകൊണ്ട് ചെയ്യിപ്പിക്കാറില്ല ഇതുപോലെ കുറച്ച് മെഡിസിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാനൊക്കെ കൊടുക്കാറുണ്ട് ഈ ഒരു ബോട്ടിലും ഇങ്ങനെ എല്ലാ ഭാഗത്തും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു പിരിയുള്ള ഭാഗത്തില്ലേ ഒരു നെക്കിൻ്റെ സൈഡിൽ അപ്പോൾ അവിടെ ഒന്നും അത്ര നീറ്റായിട്ട് വരില്ലല്ലോ അതങ്ങനെ സ്പോഞ്ചോൻ്റെ ഡാബ് ചെയ്യുന്നല്ലേ അപ്പോൾ ആ ഭാഗമൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ എല്ലാ ഭാഗത്തും പുള്ളിക്കാരി തന്നെ പെയിൻറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിലും ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തേക്ക് എൻ്റെ ഈ ഒരു ബോക്സസൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ഡെക്കറേഷൻസൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളീ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് ആണെങ്കിലും നല്ലൊരു നീറ്റായിട്ട് വന്നു കേട്ടോ നമ്മൾ ഈ ഒരു ബോക്സ് പെയിൻറ്റ് ചെയ്താണെന്ന് തോന്നുകയില്ല കേട്ടോ അത്രയും പെർഫെക്ഷനായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഓൾറെഡി ആ ഒരു ബ്ലൂ കളറുള്ള ബോക്സ് തന്നെ അതുപോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സാണ് എടുത്തിട്ടുള്ളത് ഇത് ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സാണ് അപ്പോൾ അതൊരു റിവ്യൂവിന് വേണ്ടി എനിക്ക് അയച്ചു തന്നിട്ടുള്ളതായിരുന്നു കുറേ ഡിസൈൻസൊക്കെ ഉണ്ട് ഈ ഒരു ഡിസൈൻ്റെ പേര് 3D ഗോൾഡ് ഡിസൈനാണ് അപ്പോൾ അതൊരു ഗോൾഡൻ കളറിൻ്റെ ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ആദ്യം അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അതൊന്നിങ്ങനെ അതിൽ ഒരു ഡിസൈന് മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഒരു തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് ഉണ്ടാവും നമ്മൾ ഈ ലാമിനേഷൻ ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഷീറ്റ് ഉണ്ടാവും അപ്പോൾ അതൊന്നിങ്ങനെ പീൽ ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് ആ ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗളിൽ കുറച്ച് വെള്ളം പിന്നെ അതുപോലെ തന്നെ ഒരു സ്പോഞ്ചിൻ്റെ ഒരു പീസുമാണ് എന്നിട്ട് ആ ഒരു സ്പോഞ്ച് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു വൈറ്റ് പേപ്പറില്ല ഒരു ഡിസൈൻ്റെ ബാക്ക് സൈഡ് അപ്പോൾ അവിടെ നമ്മളിത് ഇതുപോലെ ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ചുളിവുകളൊക്കെ ഇല്ല നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇതുപോലെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഡാബ് ചെയ്ത സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അപ്പോൾ ആ ഡിസൈൻ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണണം അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വൈറ്റ് പേപ്പർ ഇതുപോലെ ഒന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ ആ ഒരു ബോക്സിലേക്ക് സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉടൻ തന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗത്തും സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ എന്തെങ്കിലും ഒരു ചുളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രഷിൽ പ്രത്യേകിച്ചൊന്നും ഒരു ഗ്ലൂവോ വാർണിഷോ ഒന്നും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ ചുളിവുകളൊക്കെ പോക്കിയെടുക്കുകയാണ് ഇനി ആ ബോക്സ് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഡിസൈനിലൊന്നും ഇങ്ങനെ തുടരുത് അപ്പോൾ ആ ഒരു ഡിസൈനൊക്കെ നമ്മളെ കയ്യിലേക്ക് വരും അപ്പോൾ നമുക്ക് ആ ആഷ് കളർ ബോക്സ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം ഒരു സിമ്പിളായിട്ടൊരു ഡിസൈൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒട്ടിച്ചപ്പോൾ അത്ര ശരിയായില്ല അത് ആകെ കൊളായിപ്പോയി പിന്നെ ഞാൻ അതിനെ ഒന്നും കൂടെ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് ചെയ്തെടുത്തു അപ്പോൾ രണ്ടാമത് മിക്സ് ചെയ്തപ്പോൾ ആ ഒരു ലൈറ്റ് കളർ ആഷ് കളറിലോട്ട് കുറച്ച് ഡാർക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിലേക്കും ഈ ഒരു 3D ഡിസൈൻ കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ
ഇതുപോലെ അതിൻ്റെ മേലുള്ള ഒരു ഭാഗം പീൽ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ചുളിവുകളൊക്കെ ഇല്ല, നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്പോഞ്ച് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ആഷ് കളർ പെയിൻറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടില്ലേ എന്നിട്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ പെട്ടെന്ന് ഒരുവിധം ഡ്രൈ ആയ സമയത്ത് തന്നെ പെട്ടെന്ന് എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ആയ സമയത്ത് കുറച്ച് ആ ഒരു സൈഡിലുള്ള ആക്രിലിക് പെയിൻ്റൊക്കെ വെള്ളം തട്ടുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആവില്ല, അപ്പോൾ അങ്ങനെ ലൈറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ ആ ഒരു ബേസ് കോട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം നിങ്ങളിത് ഒട്ടിക്കുക കേട്ടോ. നമ്മൾ വെള്ളം വെച്ചിട്ട് ഡാബ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ ഞാനത് ഏകദേശം ഒന്നിങ്ങനെ ചെയ്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഡാബ് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ലൈറ്റായിട്ട് ആ ഒരു ആഷ് കളർ പെയിൻറ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനതുപോലെ ഗോൾഡൻ കളർ പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ആ ഒരു ബോക്സിൻ്റെ പൈപ്പിംഗ് പോലെ ഉണ്ടാവില്ല, അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു നോക്കി. പക്ഷേ അങ്ങനെ ചെയ്തിട്ടൊന്നും അത്രക്കൊരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ, അത് മനസ്സിലാവുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു 2 ബോക്സിലേക്കൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ബോട്ടിൽ ഇപ്പോൾ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് അവൾ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളെ ബോക്സിൽ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ചെയ്തിട്ടുള്ള ബോട്ടിലായിരുന്നു ഒരു പിങ്ക് കളർ ബോട്ടിൽ. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിലൊരു ബട്ടർഫ്ലൈയും ഫ്ലവേഴ്സൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുപോലെ ഉമ്മ ചെയ്ത പോലെ ഇങ്ങനെ അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഡോട്ട് ഇടാൻ കൊടുത്തതാണ്. പക്ഷേ പുള്ളിക്കാരി ഇങ്ങനെ എല്ലാ ഭാഗത്തും ഡോട്ട് ഇട്ടിട്ട് ആകെ അങ്ങ് ഫുള്ള് ഡോട്ടിട്ട് കൊളാക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിട്ട് ചെയ്യണം എന്നൊക്കെ. ഞാൻ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, എല്ലാ ഭാഗത്തും ഇങ്ങനെ നിറയെ വലുതും ചെറുതായിട്ട് കുറേ ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നെക്കിൻ്റെ സൈഡിലും ആ ഒരു പിരിയുടെ ഭാഗത്തൊക്കെ ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആ ഒരു കൈ ശ്രദ്ധിച്ചത്. അപ്പോൾ ആ കയ്യിൽ പുള്ളിക്കാരി നേരത്തെ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സിൽ ഒരു ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ കാണാതെ ചെയ്താൽ കേട്ടോ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഒരു റോസ് പൂവിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് ഒട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ. കയ്യിലൊക്കെ ഒട്ടിക്കാൻ പറ്റും, പക്ഷേ ഞാനത് കൊടുക്കാറൊന്നുമില്ല, വെറുതെ കയ്യിലൊന്ന് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി ചീത്തയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒട്ടിച്ചിട്ട് കാണാനായിട്ട്. പിന്നെ അതുപോലെ ആ ഒരു ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു ജൂട്ടിൻ്റെ ഈ ഒരു പീസ് വേണം, അങ്ങനെ ഉമ്മ ചെയ്ത പോലെ റോൾ ചെയ്യാനാണെന്ന്. അപ്പോൾ അങ്ങനെ റോൾ ചെയ്തിട്ട് അതിൻ്റെ ടിപ്പിലൊക്കെ ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് അവൾ തന്നെ അവളെ കയ്യിലുള്ള കുറച്ച് ചെറിയുടെ ബോൾസ് ഉണ്ടായിരുന്നു, നമ്മൾ ക്രിസ്മസ് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്തുള്ള. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഡോട്ടൊന്നും അത്ര നീറ്റായിട്ട് വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു ആഷിലേക്ക് വൈറ്റ് കളറും റെഡ് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യാൻ സമ്മതിക്കാറുള്ളൂ കേട്ടോ, പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. ഞാൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ പുള്ളിക്കാർ ഭയങ്കര ഹാപ്പി കേട്ടോ. ഒരു കുഞ്ഞു ബോട്ടിലാണെങ്കിലും അതൊക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ സമ്മതിച്ചപ്പോൾ. ഇപ്പോൾ നമ്മൾ ആ ഒരു ബോക്സൊക്കെ ആ ഒരു ട്രാൻസ്ഫർ ഷീറ്റൊക്കെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് കുറച്ച് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് കാലത്ത് ലാസ്റ്റ് ചെയ്യണമല്ലോ, നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ തൊടുന്ന സമയത്ത് അതിങ്ങനെ ഇളകി പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വാർണിഷും കൂടെ അപ്ലൈ ചെയ്തിട്ടൊന്ന് അതിനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ബോട്ടിലാട്ടും അതുപോലെ വാൾ ഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആട്ടോ ചെയ്തെടുക്കാൻ, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും. കാരണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് വെള്ളവും അതുപോലെ ഒരു സ്പോഞ്ചും ഒക്കെ മതി. നമ്മൾ ഡിസൈൻ ചുമ്മാ കട്ട് ചെയ്തെടുക്കുക, നമുക്ക് എവിടെയാണോ സ്റ്റിക്ക് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം കൊണ്ട് ഡാബ് ചെയ്തിട്ട് ഒന്ന് പീൽ ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ബോക്സിലൊക്കെ നമ്മൾ ചെയ്തത് കണ്ടില്ലേ, കറക്റ്റായിട്ട് അതിൽ വന്നിട്ടുള്ള ആ ഒരു ഡിസൈൻ പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ സൈറ്റിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഷീറ്റിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 99 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റും ബോട്ടിലാട്ടൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ഡിസൈൻ. ആ ഒരു ബ്ലൂയിലേക്ക് ആ ഒരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ട് നല്ലൊരു എലഗൻ ലുക്ക് തന്നെ വന്നിട്ടുണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഈ ഒരു ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ് വെച്ചിട്ട് നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഏതൊരു പഴയ മെറ്റീരിയൽ നമുക്ക് ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി ഏതൊക്കെ മെറ്റീരിയൽസിലാണ് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിടാം.